അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിന് കുറ്റം പറയണ്ട. അതിപ്പോൾ ഞാനാണ് ചെയ്തെങ്കിൽ AK ബാലൻ പറഞ്ഞ പോലെ ഇതൊന്ന് മാറ്റി പറഞ്ഞാൽ മതി. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ സംഖ്യ ആയിക്കോട്ടെ, അങ്ങനെ ആക്കിയാൽ മതി. ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി കോൺഗ്രസ് സർക്കാർ നടത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഓരോ പദ്ധതികൾ അതാത് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്നു. ആ പദ്ധതികളിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രദർശിപ്പിക്കുന്ന തെറ്റാണ്. ഇതിൽ എംബ്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പുവെക്കുന്നതെന്ന് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയോ ഫോട്ടോ വെച്ചിട്ടല്ല ഒരു വീടും കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം അത് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ പദ്ധതിയിൽ എവിടെയും 1,00,000 ഞങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട, 1,60,62,000 വീടുകൾ കൊടുത്തു. ആ വീടുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ പിന്നെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾ പിന്നെ ഇതിൻ്റെ ലൈഫ് മിഷൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം. അർബൻ ഏരിയകളിൽ ഇത്ര കൊടുത്തു, പിന്നെ 36,000, പിന്നെ 1,28,000 അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും 36,000 വീടും കൊടുത്തു എന്ന് സൈറ്റിലുണ്ട്. ഞാൻ പറയുന്നതല്ല, ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ സർക്കാരാണ്. ആ വീടുകളിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. നിങ്ങൾ ഈ ലോഗോ വെക്കണം, ഈ ലോഗോ വെക്കണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ കൊടുക്കുന്നത് സർക്കാരാണ്. ഈ ലോഗോ നിർബന്ധമായിട്ട് ആ ലോഗോ വെക്കണം എന്ന ഇതാ സർക്കുലർ, ഞാൻ വെറുതെ അല്ലല്ലോ ഇതാ സർക്കുലറായി കാണിക്കണം. ഈ സർക്കുലറിൽ പറയുന്നത് നിർബന്ധമായി ലോഗോ വെക്കണം എന്നാണ്. പിന്നെ എൻ്റെ പേരിൽ ഉള്ളത് പറയാമെന്ന് പൊതുവേ നമ്മൾ പിന്നെ ഞാൻ നാളെ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ അല്ല പ്രശ്നം, എൻ്റെ വീര്യം കുറഞ്ഞു പോയതാണ്, അല്ലാതെ അതല്ല. പക്ഷേ എന്തിനാ വെറുതെ പറയണത്, നോണ പറയണത് എന്തിനാണ് ആവശ്യമില്ലാതെ. നമ്മൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ അതിന് വെറുതെ ഈ കഥകൾ ഇങ്ങനെ പിന്നെന്താ ചെരുപ്പിൻ്റെ വാറ കഴിക്കുമ്പോഴും നോടെ ലോകം അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്തിനാ അത് പറയുന്നത്? അത്രയേ ഉള്ളൂ. അല്ല, മന്ത്രിയാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും, നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഞാൻ പലതവണ പറഞ്ഞു, രണ്ട് തരത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരാൾ പിന്നെ ഭരണത്തിലെത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസുകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നോക്കുന്നല്ലാതെ അപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞ് നടക്കലല്ല നമ്മളുടെ പണി. ഞാൻ LSD വകുപ്പ് നിങ്ങൾക്ക് അറിയാം, കേന്ദ്രത്തിൽ തന്നെ 3 മന്ത്രിമാരാണ് ചെയ്യുന്നത്. നമുക്ക് അത്രയ്ക്ക് ലോഡാണ്. ഇപ്പോൾ നാളെ പിന്നെ ഡൽഹിയിൽ പോയാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പോകണം. അവിടെ 3 മന്ത്രിമാരുണ്ട്, ഇവിടെ നമുക്കൊരു മന്ത്രിയാണുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങനെ പറയണത് വെച്ചാൽ സാധാരണക്കാരനെ തൊടുന്നൊരു വകുപ്പാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യുന്നു, അല്ലാതെ അതൊരു ഒളിച്ചോട്ടോ നിലപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകലോ എന്നല്ല. അല്ല, കൂടുതൽ ഉത്തരവാദിത്വ ബോധം നമ്മൾ കാണിക്കേണ്ട, ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചു എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ല നമ്മൾ ഉത്തരവാദിത്വം ഏൽക്കുന്നത്. ആ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. എത്രത്തോളം കഴിയുന്നുള്ളതൊക്കെ നാളെ പറയേണ്ടതാണ്. ശ്രമിക്കുന്നു മാത്രം. കേന്ദ്രം വീതം തരുന്നില്ല എന്നുള്ളതൊക്കെ പഴയ കഥയാണ്, വസ്തുതയാണ്. പക്ഷേ കേന്ദ്രവുമായിട്ടൊരു ഉടക്കിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണോ പൊതുവിലുള്ള ഒരു നിലപാട്? അതായത് ഒരു സഹവർത്തിത്വത്തിൽ പോവുക, എന്നിട്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, അല്ലാതെ പ്രതിഷേധം അങ്ങനെയല്ല. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിൽ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വീട്ടിലെ പൈസയല്ല, നിങ്ങളുടെയും എൻ്റെയും നികുതിപ്പണമാണ്. ആ നികുതിപ്പണം എത്രമാത്രം ജനങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിനിടയിൽ നിൽക്കുന്ന മന്ത്രിമാരായാലും MLA-മാരായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഫെഡറൽ സ്റ്റേറ്റിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തെ കൃത്യമായി കൊണ്ടുവന്ന് കേരളത്തിലെ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട ബാധ്യത. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പോലും ഏതെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം കേന്ദ്രമന്ത്രി, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അദാനിയുടെ പോർട്ട് നമ്മൾ എതിർക്കാൻ പോയോ? കാരണം അത് കേരളത്തിൻ്റെ വികസനത്തിന് ഉപകാരപ്രദമാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പോർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളുടെയോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുടെയോ പേരിൽ നഷ്ടപ്പെടുത്തരുത്. എന്നാൽ ആദർശപരമായ വിട്ടുവീഴ്ചകൾ അതിലൊന്നും പാടില്ല എന്നതുമാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. ഇല്ല, അതിന് നിലപാടുള്ളത് അതാണ് യഥാർത്ഥ നിലപാട്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നിലപാട്, ആ നിലപാട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറയാൻ പറ്റുന്നുള്ളതാണ്. പറച്ചിൽ നിർത്തുക, ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട സമയം കഴിഞ്ഞു, ചെയ്യേണ്ട സമയമാണ്. ജനങ്ങൾ ഞാനിങ്ങനെ ഒരു 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു നിർത്ത്, ഇനി നീ പണിയെടുക്ക് എന്ന് പറഞ്ഞു. ആ പണി നമ്മളെ ഏൽപ്പിക്കുകയാണ്.
അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറണതാണ്. അതൊക്കെ ഒരു സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ? അത്രേ ഉള്ളൂ. അത് ഒളിച്ചോട്ടൊന്നും. ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ PMശ്രീയുടെ വിഷയത്തിൽ PMശ്രീ നേരത്തെ പിണറായി സർക്കാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് പറയുന്നത്. പക്ഷേ ആ പിണറായി സർക്കാരിനെ ഇത്രയും ദയനീയമായി തോൽപ്പിച്ചത് കേരളത്തിലെ ജനങ്ങൾ PMശ്രീ ഒരു ഘടകമാണല്ലോ. അപ്പോൾ ഈ മാൻഡേറ്റിനൊപ്പം നിൽക്കാൻ നിങ്ങൾ ആ നിലപാടിലൊരു തിരുത്തലല്ലേ വേണ്ടത്? ഞങ്ങൾ സമിതി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കമൻ്റ് ഉള്ളൂ. ഒരു സമിതിനെ അവിടെ വെക്കുക, ഞാൻ പുറത്തുനിന്ന് അഭിപ്രായം പറയാം. എന്തൊരു തമാശയാണത്? നിങ്ങൾക്ക് വാർത്ത ഒന്നല്ലാണ്ട് അതിനകത്ത് യാതൊരു കാര്യമില്ല. ഞങ്ങൾ ക്യാബിനറ്റ് വെച്ച സമിതിയാണ്. ആ ക്യാബിനറ്റിൻ്റെ മുമ്പിൽ ആ സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ വളരെ കൃത്യമായ ഡിസ്കഷൻ ഞങ്ങളുടെ അടുത്തുണ്ടാവും. ആ ഡിസ്കഷൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. ആരുടെ ആരുടെ അങ്ങനെ ഓ അത് പറഞ്ഞ് ഭേദഗതി ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പിന്നെ നരേന്ദ്രമോദിൻ്റെ ആളാക്കാണ് 2 ദിവസമായിട്ട്. അത് നാളെ അങ്ങനെ ആക്കും. ആലേട്ടൻ അങ്ങനെ തമാശക്കാരനാണ് ഈ കാര്യം. ഒരു പിന്നെ വലയായിട്ട് പോയപ്പം മറ്റേ ലോകബാങ്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഒരു കടലിൽ പണ്ട് ഒഴുക്കിയിരുന്നേ ലോകബാങ്കൊക്കെ ഉണ്ടല്ലോ, ഓരോ വലയിൽ അതാ കിട്ടി. ഇത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് ഇനി സബ് കമ്മിറ്റി കഴിഞ്ഞാലേ കടലിൽ പോകില്ലെന്ന് അറിയുള്ളൂ. അതെ, ഒഴുക്കല്ല, അതെന്തായാലും വലയിൽ കിട്ടിയെന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയത് ഒരു പണ്ടൊഴുക്കിയ മറ്റേ വേൾഡ് ബാങ്ക് കരാറ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന്. ഒരു സ്ഥിരമായിട്ട് കടലിടണമല്ലോ. അതെ അതെ അതെ, ഞാൻ തന്നെ പറഞ്ഞല്ലോ. അത് ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി കോൺഗ്രസ് സർക്കാർ നടത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഓരോ പദ്ധതികൾ അതാത് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്നു. ആ പദ്ധതികളിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രദർശിപ്പിക്കുന്ന തെറ്റാണ്. ഇതിൽ എംബ്ലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പുവെക്കുന്നതെന്ന് പറഞ്ഞത്. പോയി വയ്ക്കാൻ മതി. വയനാട്ടിലല്ലേ, അടുത്തല്ലേ. നിങ്ങൾ കൈരളിൽ ലേഖനം വിളിച്ചിട്ട് അവിടെ വെച്ചോന്ന് ചോദിച്ചാൽ മതി. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദം എല്ലാ കാര്യത്തിലും വിവാദമാകുന്നു. അല്ല, അത് അവരുടെ പണിയാണല്ലോ, അവർ ചെയ്യണമല്ലോ. അദ്ദേഹം പിന്നെ ഒരു ക്രെഡിബിലിറ്റി ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഒരു നല്ല വിശ്വാസിയാവുന്നത് ഈ രാജ്യത്ത് അങ്ങനെ ഒരു തെറ്റാവുക, എല്ലാത്തിനും അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ, അദ്ദേഹം കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പറയും അയാളെന്ന കുഴപ്പക്കാരനാണ്. അങ്ങനെയൊന്നുമില്ലാതെ ഒരു മതത്തിൻ്റെ സിമ്പിളായിട്ട് നടക്കുമ്പോഴേക്കും, അതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ RSSൻ്റെ ഒരു പ്രശ്നം. ഫ്ലൈറ്റിൽ നിന്ന് താടി കാണുന്നവനെ കാണുമ്പോൾ, തലകെട്ട് കാണുന്നവനെ കാണുമ്പോൾ മുദ്രാവാക്യം വിളിക്കണ സംഘപരിവാർ ശൈലിയിലേക്ക് കേരളം പോകാൻ പാടില്ല. ഇവിടെ എല്ലാ മതത്തിൻ്റെ ആളുകളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മളുടെ ഇഷ്ടം. അവർക്ക് അത് അങ്ങനെ ആവുന്നതാണ് ഇഷ്ടം. അവരങ്ങനെ ആവണം എന്നാണ് നമ്മളുടെ ആഗ്രഹവും. അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു സംഘീബോധത്തിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയമല്ല. ഇന്ത്യ പോലെ 14,000 ചെല്ലാനും മതവും വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ ഒരു മതത്തിൻ്റെ ചിഹ്നനുസരിച്ച് ജീവിക്കുന്നവനെ പെട്ടെന്ന് RSS ആക്കുക, പെട്ടെന്ന് ബിൻ ലാദൻ്റെ അനുയായികളാക്കുക, അതൊക്കെ അപകടം പിടിച്ച രീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. നിയാസിന് പരാതി എനിക്ക് കിട്ടിയില്ല. നിയാസുമായിട്ട് ഇന്നലെയും സംസാരിച്ചാണ്. നിയാസ് അങ്ങനെ ഒരു പരാതി പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പരാതി ഒന്നും ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പിന്നെ പ്രൊഫൈൽ പരിശോധിക്കുകയും സ്വാഭാവികമായിട്ട് എൻ്റെ വകുപ്പാണ് അതിന് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിയോഗിക്കേണ്ട ചുമതലയുള്ള വകുപ്പ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഓൾ വെയർബോട്ട്സ് ചെക്ക് ചെയ്തതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ജഡ്ജ്മെൻ്റ് അടക്കം ചെക്ക് ചെയ്തതാണ്. പിന്നെ ഒരാൾ വിശ്വാസിയാവുന്നത് ഒരു അപകടമാണെന്ന് ഞങ്ങൾ വിചാരിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ അദ്ദേഹം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ വകുപ്പ് എടുക്കുന്ന തീരുമാനമില്ല. ഗവർണർക്ക് അദ്ദേഹത്തിന് എന്തായാലും റൂള് പറഞ്ഞേ. നിങ്ങൾ അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുത്ത പ്രൊഫൈൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിനെ കുറ്റം പറയണ്ട. അതിപ്പോൾ ഞാനാണ് ചെയ്തെങ്കിൽ AK ബാലൻ പറഞ്ഞ പോലെ ഇതൊന്ന് മാറ്റി പറഞ്ഞാൽ മതി. ഇത് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ സംഖ്യ ആയിക്കോട്ടെ, അങ്ങനെ ആക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. അതിൽ ഉത്തരവാദിത്തം എനിക്കാണ്. അത് ഒരു ഗവർണറും ഒരു മുഖ്യമന്ത്രി അതിനകത്ത് ആ പ്രൊഫൈൽ മുഴുവൻ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓൾ വെയർബോട്ട്സ് എടുത്ത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ പിന്നെ കമ്മീഷണർ